മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരിക്കൽ കുറച്ച് മലയാളികൾ തിരുവണ്ണാമലയിൽ രമണ മഹർഷിയെ കാണാൻ പോയി. അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ചൈതന്യവത്തായ ഈ പ്രദേശത്തുള്ള 2-3 സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി, ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിമാര് തമ്മിലുള്ള വഴക്കിടുന്ന വിധത്തിലുള്ള സംസാരമാണ് കേട്ടത്. മനുഷ്യന് ശാന്തി തരേണ്ട ദൈവത്തെ ആരാധിക്കുന്നവരുടെ പെരുമാറ്റം അത്ര നന്നായിരുന്നില്ല. അവിടെ ക്യാൻറ്റീനിൽ പോയപ്പോൾ ക്യാൻറ്റീനിലെ ജോലിക്കാരുടെ ശബ്ദത്തിലും സ്വരച്ചേർച്ച ഇല്ലായ്മ കണ്ടു. അവരും വഴക്കിടുന്നത് പോലെ തോന്നി. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ ആരാണ് കിടക്കയിടേണ്ടത്, ആരാണ് വിരി വിരിക്കേണ്ടത്, ആരാണ് അതിഥിമാർക്ക് വെള്ളം വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അത്ര മാധുര്യമല്ലാത്ത രീതിയിലുള്ള ചർച്ചകളും വഴക്കും കണ്ടു. ഇങ്ങനെ ഒരു അശാന്തി എല്ലാ സ്ഥലത്തും കാണുന്നത് അങ്ങയെപ്പോലെ ഉള്ളവര് വസിക്കുന്ന ഈ ആശ്രമത്തിന്റെ അടുത്ത പ്രദേശങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വേദന തോന്നുന്നു. രമണ മഹർഷി അതിന് മറുപടി പറഞ്ഞത്, അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പോവുക, ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പോവുക. അപ്പൊ ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു വരിയില് നമുക്കെല്ലാം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് സ്വീകരിച്ചാൽ മതിയെങ്കിൽ പോലും നമ്മൾ എവിടേക്കാണോ പോകുന്നത്, എന്താണോ പോകുന്നതിൻ്റെ ലക്ഷ്യം, അത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ട് വരിക. അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ യോജിക്കാവുന്നതോ യോജിക്കാത്തതോ ആയ ചില കാര്യങ്ങൾ ഉണ്ടായിന്ന് വരും. അത് കാണുക, തിരുത്താൻ പറ്റുന്നെങ്കിൽ തിരുത്തുക. അല്ലെങ്കിൽ നന്മ ലക്ഷ്യമാക്കി പോകുന്ന നമുക്ക് ഈ ചെറിയ തിന്മകളിൽ മനസ്സ് കുടുങ്ങുമ്പോൾ നിർഭാഗ്യവശാൽ ചിലപ്പോ നമ്മുടെ പരമമായ ലക്ഷ്യം അത് സാധൂകരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇഗ്നോർ ചെയ്യേണ്ടതിനൊക്കെ ഇഗ്നോർ ചെയ്യുക, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക. ധന്യമായ രീതിയിൽ ഏത് ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ യാത്ര പുറപ്പെടുന്നത്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് വരെ ആ ലക്ഷ്യപൂർത്തീകരണമാകട്ടെ നമ്മുടെ മാർഗവും പരമമായ ബിന്ദുവും, ഗോൾ. ഇടയ്ക്കുള്ളത് ചിലപ്പോൾ ശ്രദ്ധിക്കുകയും അതില് നമ്മളുടെ പ്രവർത്തനങ്ങൾ തിരിക്കുകയും ചെയ്താൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല എന്ന ആ രമണ മഹർഷിയുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം നമുക്ക് മാർഗദർശകമാകട്ടെ. പ്രണാമം, നമസ്കാരം.